സംഭവം എന്ന് പറഞ്ഞത് 2000 വെള്ളപ്പൊക്കം സമയം റോഡാണ്. ഒന്ന് ആലോചിക്കണം എത്ര വർഷങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാങ്കുളം ഇടുക്കി ജില്ലയിലാണ്. നമ്മുടെ ഓൾഡ് മൂന്നാർ റോഡായ രാജപാതയിലൂടെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ആക്ച്വലി ഈ റോഡ് നിർമ്മിച്ചത് 1850-70 കാലഘട്ടത്തിലായിരുന്നു. ജോൺ ഡാനിയൽ മെൻറോ ബ്രിട്ടീഷ് എഞ്ചിനീയർ തിരുവിതാംകൂർ രാജാവിൻ്റെ അനുമതിയോടെ നിർമ്മിച്ച പാതയാണ്. എന്നാൽ നമ്മുടെ കൊച്ചിയിൽ നിന്നും കൊടൈക്കനാലിലേക്ക് പോകാൻ പറ്റിയ ഈസിസ്റ്റ് വേ ആയ റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത കുത്തനെ വളവന്തിരില്ലാതെ സൈക്കിൾ എലമെൻറ്റിൽ പോകുന്ന ഒരു കിടിലനായിട്ടൊരു കാട്ടുപാതയാണ്. എന്തായാലും ഈ റോഡ് ഉടനെ തന്നെ ഓപ്പൺ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആകെ നമ്മൾ 5 കിലോമീറ്റർ മാത്രമേ നമ്മൾ രാജപാതയിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ മാങ്കുളം ഭാഗത്തുള്ള പെരുമക്കുത്ത് വാട്ടർഫോളിൻ്റെ ഭാഗത്തും പിന്നെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു പാലം നമുക്ക് കാണാട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മാങ്കുളം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. അവിടെയാണ് പെരുമക്കുത്ത് വാട്ടർഫോളിൻ്റെ ഒരു കിടുക്കാച്ചി വ്യൂവും പിന്നെ നമ്മുടെ പണ്ട് നിർമ്മിച്ച ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു കിടുക്കാച്ചി പാലവും നമുക്ക് കാണാം. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. അപ്പോൾ നമുക്ക് കിട്ടിയ പാസ്വേഡ് കൊടുക്കണേ. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. എത്തിയിട്ടുണ്ട് മാങ്കുളം. അപ്പോൾ നമ്മൾ കിട്ടിയ സ്ലിപ്പർ കൊടുക്കുക. പെരുമ്പുറത്ത് പോയി ഇവിടെ ഉണ്ടെന്നോ. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പകുത്ത് വാട്ടർഫോൾ ഭാഗത്താണ്. അടിപൊളി സ്പോട്ടാണ്. പണ്ടത്തെ ബ്രിട്ടീഷുകാർ വേണമെന്ന റോഡിലാണ് നമ്മൾ നടക്കുന്നത്. ഇപ്പോൾ രാജപാത അതിലേക്കാരും പണിത് മറ്റേ തുർക്കി മിശ്രമായിരിക്കണം. ചുണ്ണാമ്പ് അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പകുത്താണ്. പണ്ടത്തെ രാജപാത 1840-50 കാലഘട്ടത്തിൽ പല റോഡാണ്. ഒന്ന് ആലോചിക്കണം എത്ര വർഷം കഴിഞ്ഞെന്നുള്ളത്. ഓ, ആ കല്ലിൻ്റെ ഒക്കെ ഫിനിഷിങ് നോക്കി വേറെ ലെവലിട്ടോ. ഇത് പുതിയ പാലം. ഇത് തൃശ്ശൂർ അല്ല, ഇത് ഇടുക്കി ജില്ലയാണെന്ന് തോന്നുന്നു. എറണാകുളം ജില്ലയാണ്. അടിക്കാൻ തോന്നുന്നു. ആനക്കുളത്തിൻ്റെ രാജപാതയും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അടിപൊളി. ഇവിടെ ടൂറിസം നന്നായിട്ട് കൂടെ പോകും. ഹലോ ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് പണ്ടത്തെ രാജപാത ഉണ്ടാകും ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. ഓക്കെ, ആ റോഡിൻ്റെ ഫിനിഷിങ്ങും ഇപ്പോഴത്തെ ഫിനിഷിങ് നോക്കി ഓ സമ്മതിക്കണം. കാലും മട്ടെടുത്തിറങ്ങി. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം പോയെന്ന് പറഞ്ഞത് 2000 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്. എന്നിട്ട് പോലും ഈ പാലത്തിന് കുഴപ്പമില്ല, അടിപൊളിയല്ലേ. പാല കൊച്ചു നോക്കി എന്ത് ഫിനിഷിങ് അല്ലേ. മരത്തടിയാണ്. അമ്പു ഫിനിഷിങ് കടന്നു. ഇത് 1800 റോഡാണ്. അറിയിച്ചു. അത് പുതിയ റോഡിന് ഇല്ലാത്ത കാലത്ത് അത്
ഇറങ്ങണേലും അപ്പുറത്ത് താഴെ അപ്പം നമ്മളിതാ പെരുമങ്കുത്ത് ഫോൾ കാണാൻ പോകുന്നുണ്ട്. അപകട മേഖലയാണ്. പണ്ടുണ്ടായാലും തോന്നുന്നു, ഇപ്പം തുടങ്ങിയാന്ന് തോന്നുന്നു. തിരിച്ചു പോയാൽ കറക്റ്റ് പോകാൻ മതിയല്ലോ. അപ്പോൾ ഈ കാര്യം കാണാൻ പറ്റുള്ളൂ മൃഗങ്ങളാ. പക്ഷെ ക്യാമറ കിട്ടൂല. അമ്പോ ഇതേ വ്യൂ പോയിന്റിൽ നോക്കി. ഇറങ്ങാൻ കാണും അടിയോ. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പെരുമങ്കുത്ത് വാട്ടർഫോളാണ്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. പെരുമങ്കുത്ത് പോയിട്ടാ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പെരുമകുത്ത് വാട്ടർഫോളിൻ്റെയും അതുപോലെ ഓൾഡ് മൂന്നാർ റോഡിൻ്റെയും പിന്നെ പണ്ടുണ്ടാക്കിയ ബ്രിട്ടീഷുകാരൻ്റെ പാലത്തിൻ്റെയും കാഴ്ച കണ്ട് നമ്മളിത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് മാങ്കുളം ഇടുക്കി ജില്ലയിലാണ്. ഇവിടെ ആനക്കുളത്തിൻ്റെ ഒക്കെ ഒരു ബോർഡറൊക്കെ തന്നെയാണ്. നല്ല അടിപൊളി സ്പോട്ടാണ്. പിന്നെ ഇവിടുത്തെ റോഡ് ഇത്തിരി മോശം കണ്ടീഷനാണ്. ഉടനെ തന്നെ റെഡി ആവുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം നമ്മളിതാ ഇവിടെ എന്തായാലും ആൾതാമസമുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെയൊക്കെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ എന്നാണ് അറിയാൻ പറ്റിയത്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് ഡ്രൈവ് ചെയ്ത് പോവുക. പിന്നെ ഇവിടെ KCBയുടെ ലൈനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ ആൾതാമസമുള്ള ഏരിയ തന്നെയാണ്. എന്തായാലും വേറെ ലെവൽ ക്യാമറയെ കാണുന്ന പോലെയല്ല, നേരെ കാണാനായിട്ട് പൊളിയാണ്. അങ്ങനെ നമ്മളിതാ ഒരു ആനക്കുരിശ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടായിരുന്നു. ആക്ച്വലി സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, മാങ്കുളമാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളപ്പോൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് 31 ഫോൾസിലോട്ടും പിന്നെ കുറച്ച് ഈഡൻ ആയിട്ടുള്ള സ്പേസിലേക്കും കൂടിയാണ്. അപ്പോൾ നമ്മളുടെ പൊട്ട റോഡിൽ നിന്ന് നമ്മൾ നല്ല റോഡിലൂടെ പ്രവേശിച്ചു. ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മൾ ആനക്കുളം ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് 31 ഫോൾസിലേക്കാണ്. എന്തായാലും അടിപൊളി. നേരത്തെ ഇതിൽ വന്നപ്പോഴത്തെ ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു. ഇപ്പോൾ റോഡ് അടിപൊളിയായിട്ടുണ്ട്. ന്യൂയോർക്കിനെക്കാട്ടും നല്ല നിലവാരത്തിലായിട്ടുണ്ട് റോഡ് കൂടെയൊക്കെ. ഇനി എത്ര നാളെ നിൽക്കുമെന്നുള്ളത് അറിയില്ല. കാരണം നാളെ ഇനി കേരള വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിക്കില്ല എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ പോകുമ്പോൾ റോഡ് അടിപൊളിയാണ്. പക്ഷേ എല്ലാ ഭാഗത്തും ഇതുപോലത്തെ റോഡ് ആയിട്ടുമില്ല. എന്തായാലും ഉടനെ തന്നെ റോഡ് ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടുത്തെ സീനറി ഒരു രക്ഷയിലുണ്ട്. ഇവിടെ മെയിനായിട്ട് കൃഷിയാണ്. ആൾക്കാർ കൂടുതലും ചെയ്യുന്നത് കൃഷിയാണ്, വാഴക്കൃഷി. അതുപോലെ ഒത്തിരി കൃഷികൾ കാണുന്നുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി കേട്ടോ, അടിപൊളി വൈബാണ്. അപ്പം നമ്മളിപ്പോൾ ചില ഭാഗത്തൊക്കെ റബ്ബർ കൃഷി കാണുന്നുണ്ട്, റബ്ബർ തോട്ടം കാണുന്നുണ്ട്. എന്തായാലും നല്ല പുള്ളി വൈബാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുവാണ്. ആക്ച്വലി ഇവിടുത്തെ റോഡ് നല്ല പൊളിയാണ്. ഒത്തിരി സീൻസ് ഉണ്ട്, പക്ഷേ ക്യാമറ അതൊന്നും വിസിബിൾ അല്ല. അപ്പം നമ്മുടെ ഈ പാട്ട് വൈൻഡപ്പ് ചെയ്യുവാണെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.